ഈ സപ്പോർട്ടൊക്കെ ഇല്ലേ, ഇതൊന്നും ശരിക്കും ഇതിൽ ഉണ്ടാകുന്ന സപ്പോർട്ടൊന്നും മിക്കവാറും ഒന്നും കുറേയൊക്കെ കിട്ടും, കുറച്ച് എണ്ണാൻ പോവും. പക്ഷെ ഇതൊക്കെ ചുമ്മാ നമ്മളൊരു രസത്തിന് വേണ്ടി വെച്ചേക്കണതാണ്. ഇത് മുഴുവൻ കിട്ടാനും ഇത് ഇപ്പോൾ ഈ മാങ്കോസ്റ്റിൻ്റെ കഴിഞ്ഞ പോലെ ഉണ്ടായി. മാമ്പഴം ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ. മാമ്പഴം കഴിഞ്ഞ പോലെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകാറുണ്ട്. മാങ്കോസ്റ്റിൻ ഇതൊക്കെ ഇതൊന്നും നമ്മൾ വിൽക്കാൻ വേണ്ടിയുള്ള ഇതല്ല. ഇതിനാകെ വിൽക്കാൻ വേണ്ടി കൊടുക്കണം, നമ്മൾ സെയിൽ ചെയ്യണ ഒരു ഐറ്റം ഇത് മാത്രമേ ഉള്ളൂ. ഈ ജാതി മാത്രമേ ഉള്ളൂ. ഈ ജാതിക്ക സെയിൽ ചെയ്യാറുണ്ട്. അത് ബാക്കി ഒരു ഐറ്റം സെയിലിന് വേണ്ടിയുള്ളതല്ല, അത് ചുമ്മാ നമ്മുടെ സെൽഫ് യൂസിന് വേണ്ടിയാണ്. ഈ ജാതിക്ക ഇങ്ങനെ പല ഇഷ്ടം പോലെ 10-35 ജാതി കാണുമായിരിക്കും. അതിൽ നിന്ന് കിട്ടാവുന്ന ജാതി ചിലതൊക്കെ 10-20 എണ്ണം വളരെ പഴയതാണ്. ഇതൊക്കെ പുതിയ ജാതികളാണ്. 10-20 എണ്ണത്തിന് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രം സെയിൽ ചെയ്യാറുള്ളൂ. ഇവിടെ ജാതിക്ക മാത്രമാണ് സെയിൽ ചെയ്യാറുള്ളൂ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിക്കുക, നമ്മുടെ പർപ്പസിനുള്ളിലാണ്. പുതിയ വെഞ്ചേഴ്സ് കണ്ടില്ല. ഇത് സീതാപ്പഴം, ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ഇതുണ്ടായി അത് അങ്ങനെ തന്നെ നിൽക്കുക, അതിന് വലിയ വളർച്ചയല്ല. ഇത് സപ്പോർട്ട. ഇത് മറ്റേ ഷെഡിനോട് ചേർന്ന് കരിവേപ്പ് നട്ടിട്ടുണ്ട് കുറേ. നമ്മുടെ പഴയ കരിയാപ്പൊക്കെ പോയി കഴിഞ്ഞാൽ പുതിയൊരു അടുക്കളയ്ക്ക് ആവശ്യത്തിന് വേണ്ടി. ഇത് സപ്പോർട്ട്. ഇവിടെ 2 മാവും തൈയുണ്ട്. ഒന്ന് ഇതും ഈ ചെറിയ മാങ്ങ ഉണ്ടാവണം മാവും തൈ. മല്ലികയല്ല, അതിൻ്റെ പേര് വിട്ടുപോയില്ല. പേര് വേണ്ടതിലാവട്ടെ. ഈ ഏരിയയിലാണ്, ഈ സൈഡിലാണ് കഴിഞ്ഞ കൊല്ലം ഞാൻ മഹാഗണി മുഴുവൻ വെട്ടി കളഞ്ഞത്. അത് കഴിഞ്ഞ് പുതിയ ഫ്രൂട്ട്സിൻ്റെ കുറച്ച് ചെടികൾ നട്ടതാണ്. ഇത് ഒരു ഫ്രൂട്ട്സിൻ്റെ ചെടിയാണ്. ഇതൊക്കെ റാക്കുഴിയുടെ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ്. ഇത് നമ്മുടെ സാധാരണ റംബൂട്ടാനാണ്. നമ്മുടെ ഫ്രണ്ടിലെ റംബൂട്ടാൻ ഉണ്ട്, അതിൻ്റെ വേറെ ഒരു വെറൈറ്റി റംബൂട്ടാൻ. ഇത് അതുപോലെ തന്നെ അവക്കാഡോയാണ്. ഇവിടെ 2-3 വാഴ നിൽക്കുന്നുണ്ട്. അത് ഈ ഏരിയയിൽ പണ്ട് റബ്ബർ നിന്നാണ്. ഇവിടം മുതൽ അവിടം വരെ നമ്മുടെ പ്ലോട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 എണ്ണം നടാൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 2 പ്ലാവും തൈ ഇവിടെ കൊണ്ടുവന്ന് നടാമെന്നുള്ള ഉദ്ദേശിക്കണേ. ബഡ് പ്ലാവും തൈ ഇല്ലേ, കാരണം ഇവിടെ ചെറിയ തണലൊക്കെ ഉണ്ട്. അത് പിന്നെ മറ്റ് വൻമരങ്ങളും ഉണ്ട്. അപ്പോൾ പ്ലാവേ പറ്റുള്ളൂ ഇവിടെ, മറ്റ് മരങ്ങൾ അങ്ങോട്ട് പറ്റില്ല. അവക്കാഡോ വരെയാണ് മറ്റ് മരങ്ങൾ പറ്റുള്ളൂ. ഇനി അങ്ങോട്ട് 2 പ്ലാവ് നടാൻ പറ്റുള്ളൂ. ബഡ് പ്ലാവുണ്ട്. ഇത് ഷെഡിൻ്റെ പുറകെയുള്ള ഏരിയ. ഇതിലൊക്കെ എല്ലാത്തിനും തന്നെ ഇതിലൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഗോൾഡൻ ബഡാണ് മേടിച്ച. ബഡ് തൈകൾ മേടിച്ച മുഴുവൻ ഗോൾഡൻ ബഡാണ്. അത് ഒരു കമ്പനിയെ മേടിക്കണ്ടായിരുന്നു, പല ടൈപ്പ് മേടിക്കാറുണ്ട്. മിക്കവാറും എല്ലാം തന്നെ ഗോൾഡൻ ബഡാണ് മേടിച്ചത്. ഇതും ഗോൾഡൻ ബഡ്, പക്ഷേ ഇതിന് കായ്ഫലം കുറവാണ്. അതുകൊണ്ട് ചാടി ഉണ്ടാവണ്ട അവിടെ. ഇതും ഈ സെയിം ഇതാണെങ്കിൽ ഇതിന് കായ്ഫലം കൂടുതലുണ്ട്. ഇതിൽ ഉണ്ടല്ലേ, ഇതിന് കുറവാണ്, അതിന് കൂടുതലുണ്ട്. സെയിം സാധനം തന്നെയാണ്, ഗോൾഡൻ ബഡ് തന്നെ അല്ല. ഇതും ഗോൾഡൻ ബഡാണ്. ഇതൊക്കെ പഴയ നാടൻ ജാതികളാണ്. മേളിലൊക്കെ കുറേ ജാതിക്കകളുണ്ട്. ജാതിക്ക മാത്രമേ ഇവിടെ വിൽക്കാറുള്ളൂ, ബാക്കിയുള്ളൊരു സാധനം വിൽക്കാറില്ല. ഇത് ഗോൾഡൻ ബഡ് ജാതി. നമ്മുടെ ഇവിടെ പണ്ട് മരോട്ടി നിന്നായിരുന്നു. ആ മരോട്ടിക്ക് ഇവിടെയും കണ്ട മരോട്ടി എന്ന്, അതിൻ്റെ അതാണ് മരോട്ടി എന്ന സ്ഥലം. അതിന് പകരം നട്ടതാണ്. അതിൽ ജാതിക്കൊക്കെ ഉണ്ടായി തുടങ്ങി. മരോട്ടി 2022 വെട്ടിക്കളഞ്ഞ്.
അതിന് 2022 ശേഷം വിട്ട ഇതാണ്. പക്ഷേ അവിടെ എവിടെയൊക്കെ കായ്കളുണ്ട് കണ്ടതിൽ ഉണ്ടോ, അല്ല അവിടെ എവിടെയൊക്കെ കായ്കളുണ്ടായി തുടങ്ങിയിരുന്നു. അതുപോലെ തന്നെ സെയിം ആ സമയത്ത് തന്നെ നട്ടതാണ്. അതിനേക്കാൾ ഇച്ചിരി വലിപ്പം കുറവാണെന്നുള്ളൂ. ഇവിടെ കണ്ടോ, ഇവിടെ ഇതും ഗോൾഡൻ ബഡ. അത് മറ്റേ എന്നാ ബംബിളൂസ് നാരക പണ്ട് പോലെയുള്ള അതിൻ്റെ ഇപ്പുറം ജാതി ഉണ്ട്. അതിൽ കായ്ഫലം കുറവാണ്, നാടന്മ ജാതി. അവിടെ ആ ബംബിളൂസിൻ്റെ ഇത് കാരണമാണ് തോന്നുന്നത്. ഇത് നമ്മുടെ മാങ്കോസ്റ്റിനാണ്. ഒരെണ്ണം കായ്ക്കുന്നുണ്ട്. ഇത് വേറെ മാങ്കോസ്റ്റ് നട്ടാൽ. ഇത് ബഡ് ടൈപ്പ്. ഇത് വേഗം കായ്ക്കുന്ന അറിയാം 3 കൊല്ലം കഴിയുമ്പോൾ. നോക്കാം നമുക്ക്. ഇത് കഴിഞ്ഞ കൊല്ലം നട്ടേ ഉള്ളൂ. ഇവിടെ ഏരിയയിൽ നടന്ന 2 ജാതി വെട്ടിക്കളഞ്ഞായിരുന്നു. ഇത് ഈ ജാതിക്ക് കായ്ഫലം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വെട്ടിക്കളഞ്ഞത്. അതിന് പകരം നട്ടാണ് ഇവിടെ ഒരു ഓൾ സീസൺ മാംഗോ ട്രീ. മറ്റേത് വെട്ടിക്കളയാൻ കാരണം അത് ഒടിഞ്ഞു പോയായിരുന്നു. അപ്പോൾ അത് വെട്ടിക്കളഞ്ഞു. അതിനോട് ചേർന്ന് തന്നെയാണ് മറ്റേത് തന്നെ. അപ്പോൾ രണ്ടും ചേർത്ത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആ മാങ്കോസ്റ്റിനപ്പുറം നട്ടു. അപ്പോൾ അതിന് കുറച്ച് സ്പേസ് കൊടുക്കണം. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നൊരു ജാതിയും വെട്ടിക്കളഞ്ഞു. ഇത് കുരുമുളകാണ്. ഈ സൈഡുകളിലൊക്കെ കുരുമുളക് ഇങ്ങനെ നട്ടിട്ടുണ്ട്. 1-2 മിസ്സിങ് ആണ് ഇവിടെ. അതെ, ഇത് പുതിയതൊരെണ്ണം നട്ടതാണ്. ഇവിടെ എല്ലാവരും പോയി. അതിന് പകരം പുതിയത് നട്ടു കൊടുത്ത അല്ല, ഇത് കുരുമുളകല്ല, കരിയാപ്പ്. പിന്നെ ഇവിടെയൊക്കെ അത് മുറ്റത്തു നിന്ന് തന്നെ പറിക്കാവുന്ന രീതിയിൽ ഇവിടെ ചേർന്ന് വെയിലുള്ള സ്ഥലങ്ങളിൽ, മുറ്റത്തിനോട് ചേർന്ന് വെയിലുള്ള സ്ഥലങ്ങളിൽ നട്ടു കൊടുക്കും. അപ്പോൾ നമുക്ക് മുറ്റത്തു നിന്ന് തന്നെ പറിക്കാൻ പറ്റും. ഇതൊക്കെ ബഡ് ജാതികളാണ്, നാടൻ ബഡ് ജാതികളാണ്. വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ കൂടുതലും. കായ കിട്ടുന്നുണ്ട്, കായ എല്ലാ കൊല്ലം കൊടുക്കാറുണ്ട്. കായും പിന്നെ മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഫ്ലവറും കൊടുക്കാറുണ്ട്, രണ്ടും കൊടുക്കാറുണ്ട്. ഇത് മറ്റേ കൊച്ചപ്പൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെ കൊണ്ടുവന്നത്. ഏത് കൊച്ചപ്പൻ്റെ എണ്ണ ഞാൻ മറന്നുപോയി. 2 സ്ഥലത്തും കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ എവിടെയൊക്കെ വായകണെന്നുള്ളത് മറന്നുപോയി. ഇത് ലവലോലിക്ക. ഇവിടെ ഒരു ഇതുണ്ട്, സപ്പോർട്ടയുണ്ട്. അപ്പുറം സൈഡ്, ആ സൈഡിൽ കണ്ട പോലെ തന്നെ. ഇത് ഗോൾഡൻ ബഡ് ജാതിയാണ്, പുതിയതായിട്ട് നട്ടതാണ്. കഴിഞ്ഞ പോലെ 2-3 കായ ഉണ്ടായി. അങ്ങനെ കായ്ഫലമായി വന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇച്ചിരി തണല് കൂടുതലുണ്ട്, അതുകൊണ്ട് കായ്ഫലം കുറവായിരിക്കും ഈ ഏരിയയിൽ. അവിടെയൊക്കെ നാടൻ ബഡ് ജാതി. പിന്നെ ഊത് 2-3 നട്ടിട്ടുണ്ട് അവിടെ, ഇവിടെയൊക്കെ. അതൊന്നും വലിയ പ്രയോജനമില്ല, ചുമ്മാ ഒരു കൊച്ചപ്പം കൊണ്ട് തന്നതാണ്. പുള്ളിയുടെ പറമ്പിലുണ്ട്. അപ്പോൾ അതുപോലെ കുറച്ചെണ്ണം ഇവിടെ നട്ടു കൊടുക്കുക മാത്രം. ഈ സൈഡിൽ ലെങ്ത് വൈസ് ഒരു 9 പ്ലാവും തൈയും ബാക്കിൽ ഒരു 5 പ്ലാവും തൈ ഉണ്ട്. 13-14 പ്ലാവും തൈ, 9 11 പ്ലാവും തൈ ഈ സൈഡിലുണ്ട്. ഒറ്റയുണ്ട് ബാക്കിലത്തെ, അതായത് സതേൺ സൈഡിൽ ഒരു 8-10 പ്ലാവും തൈ ഉണ്ട്. ആ ബാക്ക് സൈഡിലൊരു 5 എണ്ണം ഉണ്ട്. മൊത്തം ഒരു 10-15 പ്ലാവും തൈകളുണ്ട്. നാടൻ പ്ലാവും തൈ ഞാനായിട്ട് കേട്ടോ, ഫാദറായിട്ട് നട്ടതല്ല കേട്ടോ. ഫാദറായിട്ട് നട്ടി 6-7 എണ്ണം പഴയതുണ്ട്. അത് പറമ്പിൻ്റെ ചുറ്റും പ്ലാവ് വലിയ മരം നടന്നത് നല്ലതെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടാണ് ഞാനത് നട്ടത്. ഇതൊക്കെ ഈ 4 പ്ലാവ് അതിൽ പെടണുണ്ടില്ല, 4 ഇവിടെ. അതിൽ കുരുമുളകൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. ഈ ഒരു ജാതി മോശം, എന്തോ പറ്റിയത്, നന്നായിട്ട് ഇതിനെന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. ഇതിലിപ്പോൾ ഇലയൊക്കെ കൊഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു, അത് നിന്നപ്പോൾ ഇതിന് നന്നായിട്ട് കായ്ക്കുന്നുണ്ടായിരുന്നു. പ്ലാവ് പോയോടും അതിന് കായ്ക്കൽ തീർന്നു.